വിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. പെരുന്നാൾ ദിനത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭൂമിലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും അതിവിശിഷ്ടമായ ഒന്നാണ് പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ ദിനത്തിൽ തക്ബീർ, തഹ്ലീൽ, തഹ്മീദ്, തഖ്ദീസ് എന്നിവ കൊണ്ടെല്ലാം ഭംഗിയാക്കണമെന്ന് ഹദീസുകളിൽ കാണാം. ഇന്ന് പറയുന്നത് പെരുന്നാൾ ദിനത്തിൽ ചൊല്ലേണ്ട ദിക്റുകളെക്കുറിച്ചാണ്. അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ ദിക്റുകൾ ചൊല്ലാവുന്നതാണ്. പെരുന്നാളിലെ സുബഹി നിസ്കാര ശേഷം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, പാപമോചന വാക്യങ്ങൾ ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം 100 തവണ ചൊല്ലിയാൽ, അവൻ്റെ ഏടുകളിൽ നിന്നും ഒന്നും അവശേഷിക്കാത്ത വിധം പാപങ്ങളെ മായ്ച്ചു കളയുകയും അന്ത്യദിനം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിർഭയനാവുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ പെരുന്നാൾ ദിനം സുബഹി നിസ്കാരത്തിനു ശേഷം 100 തവണ അസ്തഗ്ഫിറുല്ലാഹുൽ അലീം ചൊല്ലാൻ മറക്കരുത്. അതുപോലെ തന്നെ പെരുന്നാൾ ദിന രാത്രിയോ ദിനത്തിലോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ 300 പ്രാവശ്യം ചൊല്ലിയാൽ ശേഷം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഹദിയ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവരുടെ ഓരോരുത്തരുടെ ഖബറിലേക്കും 1000 പ്രകാശങ്ങൾ പ്രകാശിപ്പിക്കും. ഈ ചെറിയ ഹദിയ ചെയ്തവർ മരണപ്പെട്ടാൽ 1,00,000 പ്രകാശം കിരണങ്ങൾ അവൻ്റെ ഖബറിടത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ശേഷം 100 ഖുൽ ഹുവല്ലാഹ് എന്ന സൂറത്ത് ഓതുക. സൂറത്ത് ഇഖ്ലാസ്. ഈ കാര്യം ചെയ്യുന്നവർ പെരുന്നാൾ ദിനത്തിൽ പ്രത്യേക സന്തോഷവും സംതൃപ്തിയും അവർക്ക് വന്നു ചേരുന്നതാണ്. എല്ലാത്തരം ഐശ്വര്യങ്ങളും അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.